കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരൊറ്റ വേദിയിൽ തന്നെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിവിധ ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 13 പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം, അതോടൊപ്പം തിരുവനന്തപുരം കെമിക്കൽ എക്സാമിനേഴ്സ് ലാബോറട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം, റെയിൽ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്, മറ്റ് ചില മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനം, ഇതെല്ലാമാണ് ഇന്നിവിടെ ഒന്നിച്ച് നടക്കുന്നത്. ഇവിടെ പ്രദർശിപ്പിച്ച ഇതിൽ നമ്മൾ കണ്ടതുപോലെ കരുനാഗപ്പള്ളി, കിളിക്കൊല്ലൂർ, പത്തനംതിട്ട, പെരുന്നാട്, കല്ലറ, പാലക്കാട്, കല്ലടിക്കോട്, വളയം, ഇത്രയും പോലീസ് സ്റ്റേഷനുകൾ, പത്തനാപുരം കൺട്രോൾ റൂം, കോട്ടയത്ത് 12 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, 4 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, മഞ്ചേരിയിൽ 4 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, കോഴിക്കോട് സിറ്റി, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലെ നോളേജ് റെപ്പോസിറ്ററി സെൻറ്റർ, കാസർഗോഡ് 6 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, 2 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, ജിം ആൻഡ് മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ട്, ഇവയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയവയാണ്. അതോടൊപ്പം ആലപ്പുഴ, കരീരക്കുളങ്ങര, കടുത്തുരുത്തി, കൊയിലാണ്ടി, കോടഞ്ചേരി, നീലേശ്വരം, കുമ്പള എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ, മുഹമ്മ പോലീസ് ക്വാർട്ടേഴ്സ്, പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് K9 കെന്നൽ സ്ക്വാഡ്, തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക്, ഇവയുടെയെല്ലാം ശിലാസ്ഥാപനവുമാണ്. ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് റെയിൽ യാത്രക്കാരുടെ ജീവനും സ്വത്തിനും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി കേരള റെയിൽവേ റെയിൽ മൈത്രി ആപ്പിന് തുടക്കം കുറിക്കുന്നു. പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പുമായി സംയോജിപ്പിച്ചാണ് റെയിൽ മൈത്രി സേവനങ്ങൾ ലഭ്യമാക്കുക. ട്രെയിൻ യാത്രക്കാർക്ക് സഹായകമായ ഒട്ടനവധി സേവനങ്ങളാണ് ഇതിലൂടെ ലഭ്യമാവുക. റെയിൽവേ സ്റ്റേഷനിലെ വിവിധ കടകളിലെ വിവരങ്ങൾ, ട്രെയിൻ യാത്രക്കിടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള സഹായം, യാത്രക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി കൈമാറാനുള്ള സൗകര്യം, ഇങ്ങനെയുള്ള സേവനങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ മൊഡ്യൂളും സ്റ്റോൺ പെൽറ്റിംഗ്, ട്രെയിൻ സബോട്ടേജ് മൊഡ്യൂളുകളും റെയിൽ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിനും ഇന്ന് തുടക്കമിടുന്നു. 3 കോടി രൂപ ചെലവിലാണ് ഈ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ രംഗത്തിൻ്റെ പരിപാലനത്തിൽ ചെറുതല്ലാത്ത പങ്കാണ് ഈ ലാബ് വഹിച്ചു പോരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 7.5 ലക്ഷത്തിലധികം തൊണ്ടിമുതലുകളുടെ ശാസ്ത്രീയ പരിശോധന ഇവിടെ പൂർത്തിയാക്കാനായി. ഉത്തര കൊലക്കേസ്, ഷാരോൺ വധക്കേസ്, കൂടത്തായി കേസ്,
ഇങ്ങനെയുള്ള പ്രധാന കേസുകളുടെ പരിശോധന നടത്തിയ സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. GCMS പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇവിടെ ലഭ്യമാക്കിയതും പുതിയ ഡിസ്റ്റിലറി ഡിവിഷൻ സ്ഥാപിച്ചതും പുതുതായി 8 സയന്റിഫിക് ഓഫീസർ തസ്തികകൾ ഇവിടെ അനുവദിച്ചതുമൊക്കെ ഇതിൻ്റെ എല്ലാം ഭാഗമായാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തി വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പോലീസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യപ്പെടുന്നതാണ്.